വിശദമായ വാർത്തകളിലേക്കാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ച സർക്കാർ. ചർച്ച ഉച്ചയ്ക്ക് 12:30 NHM സ്റ്റേറ്റ് ഓഫീസിൽ. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, നാളെ നിരാഹാര സമരം ചെയ്യാനിരിക്കെയാണ് ആശമാരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ വീണ്ടും ചർച്ചയ്ക്ക് സർക്കാർ വിളിക്കുന്നത്. വിശദാംശങ്ങൾ. പ്രതീക്ഷയുണ്ടാകുമോ ഈ ഒരു ചർച്ചയിൽ? നിരാഹാര സമരത്തിലേക്ക് ഉൾപ്പെടെ കടന്ന സമരം ശക്തമാക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ആശാവർക്കർമാരെ ഇപ്പോൾ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 സംസ്ഥാന NHM ഓഫീസിലാണ് ചർച്ച നടക്കുന്നത്. NHM ഡയറക്ടറാണ് ചർച്ചയ്ക്ക് വിളിച്ചതെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചതിനെ ആശാവർക്കർമാർ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ആവശ്യങ്ങളിൽ നിന്ന് ഒരടി പിന്നോട്ടില്ലെന്ന ചർച്ചയ്ക്ക് വിളിച്ചതിൽ സന്തോഷമുണ്ടെന്നുമാണ് ആശാവർക്കർമാർ അറിയിക്കുന്നത്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് ആശാവർക്കർമാർ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം ചർച്ചയ്ക്ക് തയ്യാറാണ്, ചർച്ച സ്വാഗതം ചെയ്യുന്നു. രണ്ടാം വട്ടമാണ് ഇതുപോലെ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകുന്നത്. ആദ്യവട്ട ചർച്ച പരാജയപ്പെട്ടിരുന്നു. എന്നാൽ ഈ ചർച്ചയിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ആശാവർക്കർമാർക്കുണ്ട്. കഴിഞ്ഞ ദിവസം കടുത്ത മഴയായിരുന്നിട്ട് പോലും പ്രതിഷേധം തുടർന്നിരുന്നു. നാളെ നിരാഹാര സമരം 3ാം ഘട്ട സമരത്തിലേക്ക് കടക്കുന്നു. ആശാമാരുടെ ആദ്യത്തെ 2 ആവശ്യങ്ങൾ പരിഗണിച്ചിരുന്നു. അതായത് കുടിശ്ശിക തുക നൽകുന്നത്, മാനദണ്ഡങ്ങൾ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം, അതേസമയത്ത് ഫിക്സഡ് ഇൻസെന്റീവ് നൽകുന്ന കാര്യവും അതോടൊപ്പം പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുന്ന കാര്യവും ഒക്കെ ആശമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ നടപ്പിലാക്കിയ ശേഷം മാത്രമായിരിക്കും സമരം അവസാനിപ്പിക്കുക എന്ന് ആശാവർക്കർമാർ അറിയിച്ചിട്ടുള്ളൂ. ഏതായാലും സമരം തുടരുന്ന ഈ ഘട്ടത്തിൽ സർക്കാർ ഒരു അനുനയ നീക്കത്തിനുള്ള ശ്രമം നടത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ആശാവർക്കർമാർക്കുള്ളത്. ഏതായാലും വളരെയേറെ വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൃദു സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ആശമാരുടെ ചർച്ച 12:30 ആരംഭിക്കും. അതിനുശേഷം കൃത്യമായ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. തീർച്ചയായും ആശമാർക്ക് ആശയ്ക്ക് വകയുണ്ടോ എന്നതിൽ അടക്കമുള്ളത് ഇന്ന് ഉച്ചയ്ക്ക് 12:30 കൂടി ചേരുന്ന യോഗത്തിന് ശേഷം അറിയാം. വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു കരുണാകരൻ.